വാർത്തയിലേക്ക് പി ജെ കുര്യന്റെ വിമർശനത്തിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. സതുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഓഡിയോ പുറത്ത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ രാഹുലിന്റെ ശബ്ദ സന്ദേശം ചോർന്നു. ചാനൽ ക്യാമറകൾക്ക് മുന്നിലാണ് പി ജെ കുര്യൻ വിമർശനം ഉന്നയിച്ചത്. അതിനാൽ തന്നെ വിമർശനത്തെ സതുദ്ദേശപരമെന്ന് വിശ്വസിക്കാൻ താല്പര്യമോ സൗകര്യമോ ഇല്ലെന്നും രാഹുൽ പറയുന്നു. സതുദ്ദേശപരമായിട്ടൊക്കെ എടുക്കാമായിരുന്നു. നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് നമ്മളെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുത്തേനെ. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, പി ജെ കുര്യൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പരസ്യമായി വിമർശനം ഉന്നയിച്ചതാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ ചൊടിപ്പിച്ചത്? രൂക്ഷമായ വിമർശനമാണോ ആ ഓഡിയോ സന്ദേശത്തിലുള്ളത്? ദിവ്യ, പി ജെ കുര്യന്റെ പ്രസ്താവനയിൽ വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല എന്നതിന് തെളിവാണ് ഇപ്പോൾ രാഹുലിന്റേതായി പുറത്തു വരുന്ന ശബ്ദ സന്ദേശം സൂചിപ്പിക്കുന്നത്. രാവിലെ തന്നെ പി ജെ കുര്യൻ തന്റെ പ്രസ്താവനയിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം നടത്തിയ പ്രസ്താവനകളൊന്നും തന്നെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. SFI പ്രവർത്തകരുടെ സമരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടുപഠിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമര സംഗമം എന്ന പരിപാടിയിലായിരുന്നു പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചുള്ള ഈ ഒരു പ്രതികരണം പുറത്തു വന്നത്. അതിനുശേഷം ഇതൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പി ജെ കുര്യനെതിരെ കടുത്ത വിമർശനമാണ് പല രീതിയിൽ ഉയർത്തിയത്. രാഹുൽ മാങ്കൂട്ടൻ തന്നെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഒരു വിശദീകരണവുമായി പി ജെ കുര്യൻ രംഗത്തെത്തിയത്. സതുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇതെന്നായിരുന്നു പി ജെ കുര്യന്റെ ഒരു വിശദീകരണം. എന്നാൽ അതിൽ പോലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തൃപ്തരല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരത്തിലൊരു അല്ലെങ്കിൽ സതുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, അങ്ങനെ ഒരു ഉപദേശമാണ് എന്ന തരത്തിൽ വിശ്വസിക്കാൻ സൗകര്യമില്ല എന്നാണ് രാഹുലിന്റെ പ്രസ്താവന. ഏതായാലും മുതിർന്ന നേതാവിനോട് യൂത്ത് കോൺഗ്രസ് നേതാവ് കലഹിക്കുകയാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പരസ്യമായി കലഹം പ്രഖ്യാപിക്കുകയാണ് എന്നതിന് തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന ശബ്ദ സന്ദേശം സൂചിപ്പിക്കുന്നത്. പി ജെ കുര്യന്റെ വിമർശനം അത് സതുദ്ദേശപരമാണെന്ന് കരുതാൻ കഴിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പ്രതികരണം. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.